So welcome back everyone. Today we will discuss about the analysis of a pre-stressed structural element. So pre-stressed and post-tension already we discussed chedu. Adinte video URL undu procedure kanda ellarkum manasiyai what is pre-stressed and post-tension structural elements na. Today we will see the analysis of pre-stressed structural elements. Okay. So as we all know, ഒരു pre-stressed structural element il sambhavikkunna endanu vechal structural tendencies are placed inside the concrete. അതായത് നമ്മൾ സ്ട്രക്ചർ ചെയ്ത ടെൻഡൻസ് കോൺക്രീറ്റിനുള്ളിൽ പ്ലേസ് ചെയ്യും. അപ്പം ഈ സ്ട്രക്ചർ ചെയ്ത നമ്മളിന്ന് വലിക്കുമ്പോൾ സ്ട്രക്ചർ വലിക്കുക. അപ്പം നമ്മളിത് നന്നായിട്ട് സ്ട്രക്ചർ ചെയ്യുമ്പോൾ ടെൻഡൻസ് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. അപ്പം ഈ ടെൻസൈൽ സ്ട്രെസ്സാണ് കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ആസ് കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ. അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫോഴ്സ് ആക്സിയലി ആയിരിക്കും കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. നോക്കൂ, അതായത് ഇങ്ങനെ വരും. നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സ്ട്രക്ചറൽ എലമെൻ്റ് ആണ്. ഓക്കെ, ഇതൊരു സ്ട്രക്ചറൽ എലമെൻ്റ് ആണ്. ഇതാണ് കറക്റ്റ് സെൻറ്ററിലാണ് ടെൻഡൻസ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. അതായത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന, അതായത് നമ്മൾ ടെൻഡൻസ് കട്ട് ചെയ്ത ശേഷം ഒരു പ്രീ ടെൻഷൻ്റെ ഫോഴ്സ് കട്ട് ചെയ്യുന്ന ഇതാണ് ആ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് ആക്സിയലിയാണ് കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് സെൻറ്ററിലൂടെയാണ് അതിൻ്റെ ടെൻഡൻസ് പാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ വരുമ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ, ഈ സ്ട്രക്ചറൽ എലമെൻ്റ് ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഈസ് പി. അങ്ങനെയാണെന്നെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പി ബൈ എ. ഓക്കെ, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പി ബൈ എ. പി എന്ന് പറഞ്ഞാൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അവിടെയാണ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്ന സ്ട്രെസ്. അതാണ് ഈ ഒരു എലമെന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പി ബൈ എ. ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു സ്ട്രക്ചറൽ എലമെന്റ് ഒരു ബീം എലമെന്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ബീമായിട്ട് അതിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രീ സ്ട്രെസ്ഡ് എലമെന്റ് നമ്മൾ ബീമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിലേക്കൊരു സെൽഫ് ലോഡ് ഉണ്ടാവും ആൻഡ് ഒബ്വിയസ്ലി ലൈവ് ലോഡ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രീ സ്ട്രെസ്ഡ് മെമ്പർ ഡെഡ് ലോഡും ലൈവ് ലോഡും ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ the bottom fibers of the beam is subjected to tensile stress, top is subjected to compressive stress. അതായത് ഇങ്ങനെ ഒരു ലൈവ് ലോഡ് കാരണം you can see this, ഒരു സെക്ഷൻ ലൈവ് ലോഡ് കാരണം ഇങ്ങനെയായിരിക്കും ഒരു മൊമെന്റ് അവിടെ ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു മൊമെന്റ്, ഒരു സെക്ഷൻ, നമ്മളിവിടെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവിടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ഈ ഫിഗർ വെച്ചാൽ ഇപ്പോൾ ലൈവ് ലോഡ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസീവ് ഫോഴ്സസ്, ടോപ്പിൽ കംപ്രസീവ് ഫോഴ്സും ബോട്ടത്തിൽ ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, so resultant stress at a section due to pre-stressing and external load combined stress ആയത് നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള സ്ട്രെസ് ആയിരിക്കും. അത് ഡെഡ് ലോഡ് കാരണമുള്ളൊരു സ്ട്രെസ് അവിടെ ഉണ്ടാവും, അതേപോലെ തന്നെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണമുള്ള സ്ട്രെസ് വേറെ ഉണ്ടാവും. അപ്പോൾ ഒരു കമ്പൈൻഡ് സ്ട്രെസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, വി ആർ ഗെറ്റിംഗ് എ കമ്പൈൻഡ് സ്ട്രെസ്. അപ്പോൾ ഈ കമ്പൈൻഡ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സും മൊമെന്റ് ഡ്യൂ ടു ലൈവ് ലോഡും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനാണിത്, പി ബൈ എ പ്ലസ് ഓർ മൈനസ് എം എൽ വൈ ബൈ ഐ. സോ പി ബൈ എ എന്ന് പറഞ്ഞാൽ പ്രീ സ്ട്രെസ്സിങ് ആണ്. അപ്പോൾ നമ്മൾ റിസൾട്ടൻ്റ് ആയിട്ട് ഒരു ബീമിന് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പം എഫ് ഇസ് ഈക്വൽ ടു പി ബൈ എ പ്ലസ് ഓർ മൈനസ് എം എൽ വൈ ബൈ ഇ. പി ബൈ എ എന്ന് പറഞ്ഞാൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്, പ്ലസോ മൈനസോ നമുക്ക് നോക്കാം. പ്ലസ് ഓർ മൈനസ് എം എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റ് ഡ്യൂ ടു സെൽഫ് ലോഡ് ആൻഡ് ലൈവ് ലോഡ്. ഓക്കെ, ഡെഡ് ലോഡും ലൈവ് ലോഡ് കാരണം ഉണ്ടാവുന്ന മൊമെന്റ് ആണ് എം എൽ ഇൻറ്റു
y by I. So y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it's a distance from neutral axis. I എന്ന് പറഞ്ഞാൽ moment of inertia. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഒരു നോട്ടേഷൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് സൈൻ നമ്മൾ അസൈൻ ചെയ്യുന്നതാണ്. നമ്മൾ പ്ലസ് സൈൻ നമ്മൾ അസൈൻ ചെയ്യുന്നത് കംപ്രസീവ് സ്ട്രെസ്സിനാണ്. ഓക്കെ, പ്ലസ് സൈൻ ഇസ് അസൈൻ ടു കംപ്രസീവ് സ്ട്രെസ്സും നെഗറ്റീവ് സൈൻ നമ്മൾ അസൈൻ ചെയ്യുന്നത് ടെൻസൈൽ സ്ട്രെസ്സുമാണ്. അപ്പോൾ നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത് പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് നെഗറ്റീവ് സൈന് ടെൻസൈൽ സ്ട്രെസ് ആയിട്ടും പ്ലസ് സൈന് കംപ്രസീവ് സ്ട്രെസ് ആയിട്ടും എടുത്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാം, നമുക്ക് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ കറക്റ്റ് സെൻറ്ററിലൂടെയാണ് ടെൻഡൻസ് പാസ് ചെയ്തത്. സെൻട്രോഡൽ ആക്സിസ്, ഒരു ബീമിൻ്റെ സെൻട്രോഡൽ ആക്സിസിലൂടെയാണ് ടെൻഡൻസ് പാസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു നോക്കാം. സി, as a net effect of the induction of prestress in the above case, ടെൻസൈൽ സ്ട്രെസ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ടെൻസൈൽ സ്ട്രെസ് നല്ല രീതിയിൽ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കിട്ടും. പക്ഷേ ഇതുകൊണ്ട് കംപ്രസീവ് സ്ട്രെസ് മോഡിൽ ഭയങ്കരധികം കൂടി വരും. നോക്കും, ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് കറക്റ്റ് സെൻറ്ററിലൂടെ പോകുമ്പോൾ കറക്റ്റ് സെൻറ്ററിലൂടെ ടെൻഡൻസ് പാസ് ചെയ്യുന്ന ഒരു കേസിൽ വരുമ്പം മുകൾ ഭാഗത്ത് കംപ്രസീവ് സ്ട്രെസ് വളരെ കൂടുതലായിരിക്കും, ടെൻസൈൽ സ്ട്രെസ് നന്നായിട്ട് കുറയും. പക്ഷേ ഈ കംപ്രസീവ് സ്ട്രെസ് കാരണം ക്രാക്കും അല്ലെങ്കിൽ ഫെയിലറും ആവാനുള്ള ഒരു ചാൻസ് അവിടെയുണ്ട്. ഓക്കെ, അതാണ് ഈ കറക്റ്റ് സെൻറ്ററിലൂടെ ടെൻഡൻസ് പാസ് ചെയ്താലുള്ള ഒരു പ്രശ്നം. സി, there is a decrease of tensile stress at the bottom side of the beam and increase in the compressive stress at the top side of the beam. So this prestress shall have a positive effect in the form of a decrease in tensile stress at the bottom side. There is a increase of a tensile stresses to an extent that the concrete may fail in compression at the top side. Okay, അപ്പോൾ ടോപ്പ് ഭാഗത്ത് കംപ്രഷൻ വളരെ കൂടുതലായിരിക്കും, പക്ഷെ താഴത്തെ ടെൻസൈൽ സ്ട്രെസ് ഒക്കെ സക്സസ്ഫുള്ളി അത് ബാലൻസ്ഡ് ആയിരിക്കും. പക്ഷേ ഈ കംപ്രഷൻ കാരണം ടോപ്പിലുണ്ടാവുന്ന ഈ എക്സസ് ഓഫ് കംപ്രഷൻ കാരണം കോൺക്രീറ്റ് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീ സ്ട്രെസ് ടെൻഡൻസ് നമ്മളൊരു എക്സെൻട്രിസിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യും. സി, ഫോർ ദിസ് റീസൺ the pre-stressed tendons are provided inside the concrete elements with an eccentricity. അപ്പം ഒരു എക്സെൻട്രിസിറ്റിയിൽ നമ്മൾ പ്രീ സ്ട്രെസ്ഡ് ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്യാം ഇതുപോലെ. അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മളൊരു ബീം എക്സെൻട്രിസിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് സെൻട്രോഡൽ ആക്സിസ്, ഇതാണ് സെൻട്രോഡൽ ആക്സിസ്, ഇതാണ് എക്സെൻട്രിസിറ്റി. ഈ താഴെ ഈ കാണുന്നതാണ് ടെൻഡൻസ്. ഓക്കെ, ഈ താഴെ ടെൻഡൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ എക്സെൻട്രിസിറ്റിയിൽ ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുക. നേരത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ അത് കറക്റ്റ് സെൻറ്ററിലൂടെ ടെൻഡൻസ് പാസ് ചെയ്താണ് ഈ കാണിക്കുന്നത്. ഇത് ടെൻഡൻസ്, ഇത് ലൈവ് ലോഡ് ആക്ട് ചെയ്യുന്നു, ഇത് കറക്റ്റ് സെൻറ്ററിലൂടെ ടെൻഡൻസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസ് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല, ബിക്കോസ് അവിടെ കംപ്രഷൻ കാരണം ഫെയിലിയർ വരും. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻഡൻസ് താഴെ കൊടുക്കുന്നത്. ഇതാ നോക്കും, എക്സെൻട്രിക് ആയിട്ട് ടെൻഡൻസ് ഇങ്ങനെ കൊടുക്കും. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചറാണിത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ നോർമൽ ആർ സി സി. ഈ ഫസ്റ്റ് കാണുന്ന ഇതാണ് നോർമൽ ആർ സി സി. അപ്പോൾ ആർ സി സിയിൽ ലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോഡ് കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് ഈ വയലറ്റ് കളറിൽ കാണിച്ചിട്ടുള്ളത്. ഒരു ബീമിലേക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, സോ ഈ ഡിഫ്ലക്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ, മൂന്നാമത്തെ ഒരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ നമ്മൾ ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഇങ്ങനെ ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്താൽ ഒരു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം ഇങ്ങനെയായിരിക്കും ബീം ഡിഫ്ലക്റ്റ് ചെയ്യുക. മുകളിലേക്ക് ഇങ്ങനെ ബീം അത് ഇങ്ങനെ ബീം ഡിഫ്ലക്റ്റ് ചെയ്തു. ഈ വയലറ്റ് കളർ ഈ ഒരു ഷേപ്പിലായിരിക്കും ബീം ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ലൈവ് ലോഡ് വന്നു കഴിഞ്ഞാൽ ഈ ബീം താഴത്തേക്ക് പോകും. പിന്നെ അതിൻ്റെ ഡിഫ്ലക്ഷൻ കാണുന്ന ഈ സ്ക്വയർ, ഈ റെക്ടാങ്കുലറിൽ കാണുന്നതാണ് അതിൻ്റെ ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇങ്ങനെയാവും അതിൻ്റെ ഡിഫ്ലക്ഷൻ, ഈ ഫ്ലാറ്റിലുള്ളതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റും ആർ സി സിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ കാണിച്ചത് ഇതാണ് നോർമൽ ആർ സി സി. നോക്കൂ, ആർ സി സിയിൽ ബോട്ടം സൈഡിൽ ടെൻസൈൽ സ്ട്രെസ് കാരണം ക്രാക്ക് വരുന്നു. ഇതാണ് നമ്മുടെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് അല്ലേ. നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലായിരിക്കും ബീം ബെൻഡ് ചെയ്യാം. അപ്പം ഇതിലേക്ക് നമ്മളിങ്ങനെ ലോഡ് വരുന്ന സമയത്ത് ഇതാ ഫുൾ സർവീസ് ലോഡിൽ ഈ ബീം താഴത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ഇതാ ഇങ്ങനെ വരും ബീം. ഓക്കെ,
ഇത് എല്ലാ എക്സാമ്പിൾ വെച്ച് നോക്കി. ഇത് ഇതാണ് റോഡാണ്. ഇത് RCC കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോഡാണ്. ഈ റോഡിൽ കണ്ടിന്യൂസ് ആയിട്ട് വെഹിക്കിൾസ് ഒക്കെ പോയി കഴിഞ്ഞാൽ താഴെ ക്രാക്സ് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ഈ ക്രാക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്ത്, മൂന്നാമത്തെ പിക്ചറിൽ ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്ത്. ഈ ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വഴി വളരെ സേഫ് ആയിട്ടാണ് ലോഡ് ക്യാരി ചെയ്യുന്നതും. നോക്കൂ, ഇതാ അവിടെ ക്രാക്സ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇതാണൊരു പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ്. നോക്കൂ, ഇതാണൊരു പ്രീസ്ട്രെസ്ഡ് ബീം. അതിനകത്ത് ടെൻഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മൾ റോഡ്സിലൊക്കെ പോകുമ്പോൾ മിക്കവാറും ഈ ഹൈവേ സ്ട്രക്ചേഴ്സിൽ ബൈപ്പാസിലൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാം ഇതുപോലെയാണ് ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇതുപോലെ സ്ട്രക്ചേഴ്സ് റെയിൽവേ ഗിഡേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെയായിരിക്കും. സോ വിൽ സി ഒരു എക്സെൻട്രിസിറ്റിയിൽ ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു എക്സെൻട്രിസിറ്റിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ബീം. ഓക്കെ, ഇവിടെ ടെൻഡൻസ് ബോട്ടത്തിലാണ് ടെൻഡൻസ് എല്ലാം ബോട്ടത്തിലാണ് ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ബോട്ടത്തിൽ ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സെൻട്രിസിറ്റി കാരണം അഡീഷണൽ ആയിട്ട് ഒരു ബെൻഡിങ് മൊമെന്റ് വരും. നമുക്ക് ഒരു അഡീഷണൽ ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യും ഡ്യൂ ടു പ്രീ സ്ട്രെസ്. അതിന്റെ വാല്യൂ ആയിരിക്കും MP is equal to P into E. MP is equal to P into E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ ഈ ലോഡ്. ഓക്കെ, P എന്ന് പറഞ്ഞാൽ ഈ ലോഡ്, E എന്ന് പറഞ്ഞാൽ എക്സെൻട്രിസിറ്റി, ആ ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ അതായിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് PE എന്ന് പറഞ്ഞൊരു മൊമെന്റ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആ നമ്മളിങ്ങനെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. നോക്കൂ, ഇങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മൊമെന്റ് കാരണം ഈ ബീമിന്റെ ടോപ്പ് പോർഷനിൽ ടെൻസൈൽ സ്ട്രെസ്സും ബോട്ടം പോർഷനിൽ കംപ്രഷൻ ആയിരിക്കും. ഈ ആരോ മാർക്ക് വെച്ച് നമുക്ക് മനസ്സിലാവും. ബീമിന്റെ ബോട്ടം ഫൈബേഴ്സിൽ കംപ്രസീവ് ഫോഴ്സും ടോപ്പ് ഫൈബേഴ്സിൽ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ലൈവ് ലോഡ് കാരണം ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റ് ഇങ്ങനെയായിരിക്കും. ഇതായിരിക്കും ലൈവ് ലോഡ് കാരണം ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, അപ്പോൾ ലൈവ് ലോഡ് കാരണം ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റിൽ ടോപ്പ് പോർഷനിൽ കംപ്രഷനും ബോട്ടത്തിൽ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, സോ അതിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, എക്സെൻട്രിസിറ്റി ഓഫ് ദ ടെൻഡൻസ് അറ്റ് എ ക്രോസ് സെക്ഷൻ ഇസ് പ്രൊവൈഡഡ് ഇൻ എ സച്ച് എ വേ ദാറ്റ് MP ഈസ് ഓപ്പോസിറ്റ് ടു ML. അതായത് എക്സെൻട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന മൂവ്മെന്റ് വിൽ ബി ഓപ്പോസിറ്റ് ടു ദ ലൈവ് ലോഡ് കാരണം ഉണ്ടാകുന്ന മൂവ്മെന്റിന്. ഓക്കെ, അപ്പം അങ്ങനെയാണ് അത് ബാലൻസ് ചെയ്ത് പോകുന്നത്. പിന്നെ അതിൻ്റെ ഇക്വേഷൻ റിസൾട്ടൻറ്റ് സ്ട്രെസ് കാണാൻ വേണ്ടി, ഇപ്പോൾ റിസൾട്ടൻറ്റ് സ്ട്രെസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബീമിനകത്ത് നമുക്ക് ഏതൊക്കെ ഫോഴ്സ് വരുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം റിസൾട്ടൻറ്റ് സ്ട്രെസ് എടുക്കുമ്പോൾ ഫസ്റ്റ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം P/A. ഓക്കെ, പിന്നെ MP എക്സെൻട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന മൊമെന്റ്, ആ ഒരു സ്ട്രെസ് വരും. പിന്നെ ലൈവ് ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്. അപ്പോൾ ഇത് 3 സ്ട്രെസ്സസ് ആണ് ആ ബീമിലേക്ക് വരുന്നത്. ഇത് 3 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇനി ഡെഡ് ലോഡ് വരുന്നുണ്ടെങ്കിൽ പ്ലസ് ഡെഡ് ലോഡിൻ്റെയും കൂടെ നമ്മൾ എടുക്കേണ്ടതാണ്. ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു പ്രീ സ്ട്രെസ്ഡ് സ്ട്രക്ചറൽ എലമെന്റിൽ എക്സെൻട്രിസിറ്റി കാരണം പിന്നെ അതേപോലെ ലൈവ് ലോഡ് കാരണം വരുന്ന റിസൾട്ടൻറ്റ് സ്ട്രെസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. അപ്പോൾ റിസൾട്ടൻറ്റ് സ്ട്രെസ് ടോപ്പിലും ബോട്ടത്തിലും സെപ്പറേറ്റ് ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ നോക്കൂ, top and bottom fibers of the section for the stresses on top and bottom fibers in a beam element due to eccentric pre-stressing and imposed load can be calculated as രണ്ട് ഇക്വേഷൻ ഉണ്ട്. അതായത് എക്സെൻട്രിസിറ്റിയിൽ നമ്മൾ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുത്തത് പ്ലസ് ലൈവ് ലോഡും കൂടെ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെസ്. സോ FT is equal to ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, 5.3 ഫസ്റ്റ് ഇക്വേഷൻ. സോ P/A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രക്ചറൽ എലമെന്റിൽ ത്രൂ ഔട്ട് ആയിട്ടുള്ള പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ആണ് P/A. ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് എക്സെൻട്രിസിറ്റി കാരണം. ഓക്കെ, അപ്പോൾ എക്സെൻട്രിസിറ്റി കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് എക്സെൻട്രിസിറ്റി. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ടോപ്പ് ഫൈബേഴ്സിൽ എക്സെൻട്രിസിറ്റി കാരണം ഡെവലപ്പ് ചെയ്യുന്ന മൂവ്മെന്റ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ടോപ്പ് ഫൈബേഴ്സിൽ വരുന്നത് ടെൻസൈൽ സ്ട്രെസ് ആണ്. ടോപ്പിൽ ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ ടെൻസൈൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. So that is minus MP/Y/I പ്ലസ് ആണോ മൈനസ് ആണോ നോക്കാം. അതിനുശേഷം നമ്മൾ ലൈവ് ലോഡ്. സോ ലൈവ് ലോഡ് കാരണം ഇതാണ് ലൈവ് ലോഡ് കാരണം ഉണ്ടാകുന്ന മൂവ്മെന്റ്. സോ ലൈവ് ലോഡ് കാരണം ഉണ്ടാകുന്ന മൂവ്മെന്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ മൂവ്മെന്റ് കാരണം ബീമിന്റെ ടോപ്പിൽ കംപ്രഷനാണ് വന്നിട്ടുള്ളത്.
സോ കംപ്രഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്ലസ് mly/I. അതാണ് സ്ട്രെസ് അറ്റ് ദ ടോപ്പ്. P/A മൈനസ് MPy/I പ്ലസ് MLYT/I. ഓക്കെ, ഇനി സ്ട്രെസ് അറ്റ് ദ ബോട്ടം. P/A കോൺസ്റ്റന്റ് അല്ല, യൂണിഫോം ആണ്. ത്രൂ ഔട്ട് ദ ബീം അത് യൂണിഫോം ആണ്. സോ P/A പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്. സോ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം ബോട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കംപ്രഷനാണ്. സോ ദാറ്റ് ഈസ് പ്ലസ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്ലസ് ആണ്. സോ അവിടെ പ്ലസ് വന്നു. ഇനി ലൈവ് ലോഡ് കാരണം എങ്ങനെയാണെന്ന് നോക്കാം. സോ ലൈവ് ലോഡ് കാരണം ബോട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ടെൻസൈൽ ഫോഴ്സ് ആണ്. സോ ടെൻസൈൽ ഫോഴ്സ് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നത്. സോ സ്ട്രെസ് അറ്റ് ദ ബോട്ടം ഇസ് ഈക്വൽ ടു P/A പ്ലസ് MPy/I മൈനസ് MLY/I. സോ ഇങ്ങനെയാണ് ആ സ്ട്രെസ് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്നത്.